ഇന്ന് അമേരിക്കൻ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്ക് കൊടുത്ത, വിദേശ മാധ്യമങ്ങൾക്ക് ആണ് എല്ലാം അത് കൊടുത്ത, അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം കാണാനിടയായി. രസകരമായ കാര്യങ്ങളാണ് അതിൽ പറയുന്നതെല്ലാം. പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മാനസിക നിലയെക്കുറിച്ച് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഇപ്പോൾ പറയുന്ന ഒരു കാര്യമല്ല അങ്ങോട്ട് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങൾ ഇനി ഈ യുദ്ധം ഞങ്ങൾ നിർബന്ധമായിട്ടും ഇറാനിൻ്റെ ഈ യുദ്ധം എന്ന് പറയുന്നത് ഇനി ഒരു 2 ആഴ്ച അല്ലെ 3, മാക്സിമം 2 വീക്സ് ഓർ 3 തീർന്നു. 2 ആഴ്ച അല്ലെ 3 ആഴ്ച മാത്രമേ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ പൂർണ്ണമായിട്ട് പിൻവാങ്ങും. അപ്പം 2 ആഴ്ച കൊണ്ട് പിൻവാങ്ങും, അല്ലെ 3 ആഴ്ച കൊണ്ട് പിൻവാങ്ങും. എത്ര എന്നുള്ളതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഈ കാർഗ് ദ്വീപ്, അതായത് ഈ ഇറാൻ്റെ സ്വത്താണ് ആ ദ്വീപ്. അവിടാണ് അവരുടെ ഏറ്റവും വലിയ എണ്ണപ്പാടം സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് അത്രത്തോളം എണ്ണ ഉൽപ്പാദനം നടത്തുന്നത് അവിടുന്നാണ്. അത് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. അപ്പം അതായത് ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇത് ആവും എന്നായി. അപ്പം ഈ ഹോർമൂസ് കടലിടുക്ക് ഇവരടയ്ക്കുമെന്നുള്ള ഒരു ധാരണ യഥാർത്ഥത്തിൽ മുൻപ് ഇവർക്കുണ്ടായിരുന്നില്ല. അതായത് ട്രംപിനും അതുപോലെ നെതന്യാഹുവിനും ഉണ്ടായിരുന്നില്ല. കാരണം അവർ ഇത് മുൻകൂട്ടി കണ്ടില്ല. അപ്പോൾ അത് ഇറാൻ്റെ വലിയ ഭാഗത്തു നിന്നുള്ള ഒരു അടിയായിരുന്നു ഇറാൻ കൊടുത്തത്. ഇതങ്ങ് അടച്ചോടുകൂടി ലോകരാജ്യങ്ങൾ മുഴുവൻ ആകെപ്പാടെ ഏഷ്യൻ ഏരിയ മുഴുവനായിട്ട് ബന്ധപ്പെടും. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു അടുത്തതായിട്ട് അവർ ചെയ്തത് എന്തെന്നറിയോ? അവർക്ക് അമേരിക്കയിൽ പോയി അടിക്കാൻ ഒക്കത്തില്ല. ഇവരെ ഇവിടെ അങ്ങ് തകർക്കുകയാണ്. ടെഹ്റാൻ മുഴുവൻ തകർന്നു കഴിഞ്ഞു, അത് സത്യമാണ്, മുഴുവൻ തകർന്നു. അപ്പോൾ അവർ നോക്കിയപ്പോൾ അവരുടെ രാജ്യം ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുക. അതേപോലെ ഇസ്രയേലിൽ അതേപോലെ അടിച്ച് ഇസ്രയേലും നിരപ്പാക്കിയിട്ടുണ്ട്. ഒന്നുമില്ല അവിടെയും, അതുപോലെ ആയി. അവിടെയൊക്കെ ആളുകൾ കൊല്ലപ്പെടുക. അവിടെ കൊല്ലപ്പെടുന്നവരുടെ വാർത്ത പുറത്തേക്ക് വരികയല്ല. കാരണം അത് അതായത് പുറത്ത് പറയാൻ പാടില്ലല്ലോ. അപ്പോൾ പിന്നെ അടുത്തതായിട്ട് പിന്നെ സംഭവിച്ചേക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിന് നോക്കുമ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇവരുടെ അമേരിക്കൻ താവളങ്ങളൊക്കെ ഏതൊക്കെ രാജ്യത്തുണ്ടോ അവിടെ അടുത്തുള്ള മുഴുവൻ ഗൾഫ് ഏരിയയിലുള്ള GCC രാജ്യങ്ങളിലുള്ള ഇതെല്ലാം അവിടെ മുഴുവൻ ആക്രമിക്കും. അതിൻ്റെ കൂടെ ഈ താവളം മാത്രമല്ല, ഇച്ചിരി അപ്പുറത്തോട്ടും കൂടെ കയറി ഒക്കെ അടിക്കും. അവരുടെയും എണ്ണപ്പാടങ്ങളും എണ്ണ കമ്പനികളും ഒക്കെയാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിമാനത്താവളങ്ങൾ ഒരുപാട് നാശമുണ്ടായി. എല്ലാ വിമാനത്താവളങ്ങൾക്കും ഒരുപാട് നാശമുണ്ടായി. കുവൈറ്റ് വിമാനത്താവളമാണെങ്കിൽ തകർത്ത് കഴിഞ്ഞു ഇന്ന്, ആ രീതിയിലായി. അപ്പോൾ അമേരിക്കയ്ക്ക് ഒരു ദിവസം $1 ബില്യൺ ഇതിന് ചിലവാകുന്നത് ഈ യുദ്ധത്തിന്. ഇനി അത് മുമ്പോട്ട് പോകാൻ ഒക്കത്തില്ല. അങ്ങനെ ഇന്നലെ അമേരിക്കയിലെ 50 പ്രക്ഷോഭങ്ങളാണ് ട്രംപിനെതിരെ അരങ്ങേറിയത്. 50 പ്രക്ഷോഭങ്ങൾ. അതിൽ പിടിച്ചു നിൽക്കാൻ ഇനി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഉടനടി യുദ്ധം അവസാനിപ്പിക്കാതെ വേറെ മാർഗ്ഗമില്ല. എന്നിട്ട് പറഞ്ഞു കാർഗ് ദ്വീപ് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഇറാൻ പറഞ്ഞ മറുപടി എന്തെന്നറിയാം? എവിടൊക്കെ ബാക്കിയുള്ളിടത്ത് ഊർജ്ജ സ്രോതസ് എവിടൊക്കെ GCC രാജ്യങ്ങളിലുണ്ടോ, ഇസ്രയേലിലുണ്ടോ, അത് മുഴുവൻ ഞങ്ങൾ നിരത്തും, നശിപ്പിക്കും എന്ന് പറഞ്ഞു. അവരിങ്ങനെ പറഞ്ഞതാണ്, അവർ ചെയ്യുന്നതാണ്. അല്ല ട്രംപ് പറയുന്ന പോലല്ല അവരുടെ വർത്തമാനം. അവർ ചെയ്യും. അവരുടെ മുൻനിര നേതാക്കളെ മുഴുവൻ കൊലപ്പെടുത്തി. പക്ഷേ ഇപ്പോഴും ഈ ആക്രമണത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ എന്താണെന്നറിയോ? ഇപ്പം ട്രംപ് പറഞ്ഞ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്, അവിടെ റെഷീം ചേഞ്ച് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം രണ്ടാമതും ഉണ്ടായി റെഷീം ചേഞ്ച്. എന്തോ ഈ ഉദ്ദേശിക്കുന്നത് നമുക്കറിയത്തില്ല. ഇതേപോലെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യാക്രമണം. അപ്പോൾ ഇറാൻ വിദേശകാര്യ മന്ത്രി ഉണ്ടല്ലോ, അയാൾ ഇന്നലെ റിപ്പബ്ലിക് TVയുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഇന്ന് രാവിലെ നടത്തുന്നത് ഞാൻ കേട്ടു. എന്ത് വിവരമായിട്ട് അയാൾ സംസാരിച്ചെന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് കേട്ടോ. അയാളുടെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളെന്ന് പറയുന്നത് അതായത് എന്തുകൊണ്ട് ഈ GCC രാജ്യങ്ങൾ ഞങ്ങൾ അവരെ ആക്രമിക്കുകയല്ല, ഞങ്ങളെ പ്രതിരോധിക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. ശരിയാണ് അവർ പറയുന്നത്. കാരണം അവർ ബാക്കിയുള്ള രാജ്യങ്ങളുണ്ട്, അവിടെയൊക്കെ താവളങ്ങളുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു ആ താവളങ്ങളെ ഉപയോഗിച്ച് ഞങ്ങളെ ആക്രമിക്കും. അപ്പം ഞങ്ങളത് തിരിച്ചടിക്കും.
അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സെൽഫ് ഡിഫെൻസാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. പിന്നെ എത്ര നാൾ നിങ്ങൾക്ക് മരണത്തിനൊന്നും ഭയമില്ലെന്ന് ചോദിച്ചു. എൻ്റെ ജന്മനാടാണ് എനിക്ക് വലുത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടാണ് വലുത്, ഞങ്ങളുടെ നാടിനെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ജീവനിലൊന്നും ഭയമൊന്നുമില്ല. അതാണ് അയാൾ പറഞ്ഞത്. വളരെ വിവരമായിട്ടാണ്. അർണബ് ഗോസ്വാമി ശരിക്ക് ചോദിച്ചിട്ട് അവസാനം പറഞ്ഞു, നിങ്ങൾ വളരെ മിടുക്കനാണെന്ന് അർണാബ് പറഞ്ഞാണ് ആ സംഭാഷണം നിർത്തുന്നത്. കുറേ നേരം ഉണ്ടായിരുന്നു, ഞാനത് മുഴുവൻ കേട്ടതാണ്. അതേപോലെ തന്നെ ട്രംപിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ട്രംപിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ വാർത്താ സമ്മേളനത്തിൻ്റെ ബാക്കി പറഞ്ഞ എന്താണെന്നറിയോ, ഈ 2-3 ആഴ്ചയ്ക്കകത്ത് ഇതങ്ങ് നിർത്തും. 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച അതിനകത്ത് ഞങ്ങൾ പൂർണ്ണമായിട്ടും വി വിൽ ലീവ് ഇറാൻ. ഇത് കേട്ടാൽ തോന്നും ഇറാനകത്ത് ഇറങ്ങി നിൽക്കുകയാണിപ്പം. ദൂരെ നിന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവിടെ ചെന്ന് ഇറങ്ങാനും ഒന്നും ഒക്കത്തില്ല. അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പൊരിക്കും. അതാണ് കാര്യം. അത് നടക്കത്തുന്ന കാര്യമൊന്നുമല്ല. പിന്നെ ഇപ്പം തന്നെ അമേരിക്കയ്ക്കുണ്ടായ നഷ്ടങ്ങൾ ഈ ഡെയിലി ചിലവ് മാത്രമല്ല, അല്ലാതെ എത്രായിരം കോടി ഡോളറിൻ്റെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നറിയാം ഇതുമൂലം. ഇതൊക്കെ എന്തിനു വേണ്ടി എന്നിപ്പോൾ അമേരിക്കക്കാർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് ഈ 50 സ്ഥലങ്ങളിലായിട്ട് നടന്ന പ്രകടനങ്ങൾ, ഈ യുദ്ധവിരുദ്ധ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ. അതാണ് അവിടെ നടന്നേക്കുന്നത്. ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി, പ്രതികരിച്ചു തുടങ്ങി. ബുദ്ധിമുട്ടാണ്, പുറത്തിറങ്ങി നടക്കാൻ വയ്യാതാവും. അതുകൊണ്ട് യുദ്ധം നിൽക്കും എന്ന് നമുക്ക് പ്രതീക്ഷിച്ച് നിൽക്കണം. നിന്നില്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മുടെ എല്ലാം കാര്യം അവതാളത്തിലാണ്. ഇനി യുദ്ധം നിന്നാൽ പോലും വർഷങ്ങളെടുക്കും ഈ ക്രൈസിസ് മാറാൻ. അതുപോലെ തന്നെ വിമാനയാത്ര കൂലി ഒക്കെ എന്ന് പറഞ്ഞാൽ കുതിച്ചു വരും. അതായത് വിമാന ഇന്ധനത്തിനൊക്കെ അത്രത്തോളം വിലയാണ്. നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഡബിളാണ് ഇപ്പോൾ ആ ഇന്ധനത്തിൻ്റെ ചാർജ്. അതൊക്കെ വരുന്നുടനെ ഈ വിമാനയാത്ര കൂലിയൊക്കെ കുതിച്ചു വരും. അതൊക്കെ അൾട്ടിമേറ്റ്ലി ബാധിക്കുന്ന ആരെയാണ്? നമ്മളെ എല്ലാവരെയും ബാധിക്കും. അത് കൂടാതെ പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി സഹോദരങ്ങളെ ബാധിക്കും. അവരുടെ വരുമാനം മുഴുവൻ നിലയ്ക്കും. അവർക്ക് പോകാൻ പറ്റുന്നില്ല, വരാൻ പറ്റുന്നില്ല. ആ ഗതികേടാവും. പല വിമാനയാത്രകളും ക്യാൻസൽ ചെയ്യപ്പെടും, വിമാനങ്ങളും ക്യാൻസൽ ചെയ്യപ്പെടുന്നു. ഇന്നലെ തന്നെ എൻ്റെ അനുജൻ്റെ മകൻ അമേരിക്കയിൽ നിന്ന് അവൻ എത്തിയത് എന്ത് വളഞ്ഞ വഴിക്കാണെന്നറിയോ? അവൻ ആദ്യം അവിടുന്ന് ആംസ്റ്റർഡാമിൽ പോയി, ആംസ്റ്റർഡാമിൽ നിന്ന് പിന്നെ ഡൽഹി വന്നു, ഡൽഹിയിൽ നിന്ന് വന്ന് ഇങ്ങോട്ട് വന്നു. അപ്പം വേറെ ഞങ്ങളുടെ ഒരു ബന്ധുവായ ഒരു പെൺകുട്ടിക്കാണെങ്കിൽ ജർമ്മനിയിൽ നിന്ന് വരണ്ടായിട്ട് വന്നത്, നേരെ ജർമ്മനിയിൽ നിന്ന് വരാനുള്ള വിമാനം അവസാനം കയറ്റിയിരുത്തി എയർ ഇന്ത്യയാണ്, അതങ്ങ് ക്യാൻസൽ ചെയ്തു. പിന്നെ ഹോട്ടലിലേക്ക് മാറ്റി. പിന്നെ അത് അവസാനം വളരെ ബന്ധപ്പെട്ടാണ് അത് ലുഫ്താൻസയിൽ ടിക്കറ്റ് സംഘടിപ്പിച്ചിട്ട് അത് കഷ്ടപ്പെട്ട് ആണ് ഇവിടെ എത്തുന്നത്. അതായത് ഒരു ദിവസം മുഴുവൻ അധികമായിട്ട് വീണ്ടും താമസിച്ചു. ആ രീതിയാണ് പോകുന്നത്. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. വിമാനങ്ങൾ അടിക്കടി വിമാനങ്ങളെല്ലാം ക്യാൻസൽ ചെയ്യപ്പെടുന്നു. വളരെ പ്രശ്നമായി, വളരെ വളരെ വലിയ പ്രശ്നമാണ് നമ്മളെല്ലാം സഹിക്കുന്നത്. ഇപ്പോൾ ഈ യുദ്ധം എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? അവിടുത്തെ ഈ ട്രംപ് പറയുന്നത് അവിടുത്തെ റെഷ്യൂം ചേഞ്ച് ഉണ്ടായി. അവിടെ ഇപ്പം അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഭരണാധികാരികളാണ് അവിടെ ഇരിക്കുന്നതെന്നാണ്. എന്നിട്ടാണ് ഈ അടിക്കുന്നത് അവർ തിരിച്ച്. അപ്പോൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുള്ള കാര്യമാണോ എന്ന് ആലോചിച്ച് നോക്കണം. ചുമ്മാ ഇരുന്ന് പറയുകയാണ്. അമേരിക്കൻ പ്രസിഡൻ്റ് അല്ലേ പറയുന്നത്. ഇങ്ങനെ ഒരാളെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്ത് നോക്കുന്നവന്മാരെയാ ഞാൻ യഥാർത്ഥത്തിൽ അവരുടെ മനോനിലയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, നമ്മളൊന്ന് കണക്കാക്കേണ്ടത്. എന്ത് കഷ്ടമാണ്. ഇനി എന്നിട്ട് പറയുന്നത് അടുത്തത് അത് അവർക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ ആണവോർജ കേന്ദ്രങ്ങളെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. അവർ ആണവശക്തി ആകരുത് എന്നുള്ളതിനല്ലേ അവരെ ആക്രമിച്ചേ. അത് കഴിഞ്ഞെങ്കിൽ പിന്നെ ഇതങ്ങ് നിർത്തിക്കൂടെ? നിർത്തിയിട്ട് പാനൊക്കത്തില്ല. ഇപ്പം കാര്യം എന്തോന്നറിയോ? ഇറാൻ ഇത് നിർത്തണമെങ്കിൽ ഇറാന് കുറേ ഡിമാൻഡ്സ് ഉണ്ട്. അവരുടെ നാട് നശിപ്പിച്ചതിൻ്റെ കാശ് കൊടുക്കണം. കാരണം ഇല്ലീഗലായിട്ടുള്ള വാറാണ് ഫെബ്രുവരി 18 തുടങ്ങിയത്. അതിൻ്റെ കാശ് കൊടുക്കണം, നഷ്ടപരിഹാരം കൊടുക്കണം മുഴുവൻ. പിന്നെ മേലാൽ ഇവരെ ഇതേ രീതിയിൽ ആക്രമിക്കത്തില്ല എന്ന് അവിടെ ഒരു അണ്ടർടേക്കിംഗ് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞത് കേട്ടുകൊണ്ട് മാത്രമേ
അവർ നിർത്തുള്ളൂ, ഇല്ലെങ്കിൽ അവർ നിർത്തത്തില്ല. അതുകൊണ്ട് ഇയാൾക്കിത് ഇപ്പം ഊരിപ്പം വയ്യാതായിരിക്കുകയാണ്. ഇപ്പം പോയി അവിടെ നിന്ന് ഇടപെട്ടു. ഇടപെടുന്നതിന് മുമ്പ് അവർ പറഞ്ഞതാണ്, പക്ഷേ അതൊന്നും കേൾക്കാതെ കയറി ഇടപെട്ടു. ഇന്ന് പറയുന്ന വർത്തമാനങ്ങളൊക്കെ കേൾക്കണം. ഇതുപോലെ വിചിത്രമായ വർത്തമാനങ്ങളാണ്. എന്നിട്ട് അയാളെ വിളിച്ചു, അവിടുത്തെ നേതാവ്, അവിടെ ഭരിക്കാനായിട്ട്. എന്നിട്ട് വേറെ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഇയാൾ പറഞ്ഞെന്താണെന്നറിയോ? ഇറാൻ്റെ എണ്ണയാണ് എനിക്കാവശ്യം എന്ന് പറഞ്ഞാൽ അവിടത്തെ എണ്ണ, ഈ ലോകത്തെ എണ്ണ എവിടെ ഉണ്ടോ അത് മുഴുവൻ അയാളുടെ കസ്റ്റഡിയിലാവണം. ഇതാണ് അയാളുടെ കാഴ്ചപ്പാട്. ഇനി ഇതിന് വേറൊരു വശം കൂടെ ഉണ്ട്, അതാണ് പ്രശ്നം. യഥാർത്ഥ ഇൻഡയറക്റ്റ്ലി ഈ ചൈന ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത്, അവരുടെ എണ്ണ ഉൽപ്പാദനം കുറവാണ്. അവർ വാങ്ങുന്നത് ഒന്ന് റഷ്യയിൽ നിന്നാണ്, പിന്നെ മറ്റേത് വെനസ്വേലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വാങ്ങിക്കൊണ്ടിരുന്നത്, പിന്നെ അതും കഴിഞ്ഞിട്ട് സൗദിയിൽ നിന്ന്. ഇപ്പോൾ സൗദിയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പറ്റുന്നില്ല, കാരണം അത് പൂട്ടി. പിന്നെ വെനസ്വേല അത് ഇയാളെ പിടിച്ചടക്കി, മഡറോയെ പിടിച്ചകത്തിട്ടിട്ട് അതെടുത്തു. അപ്പോൾ ഇവിടുന്ന് രണ്ടിടത്തുനിന്നും യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് എണ്ണ കിട്ടത്തില്ല. അതാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം. ചൈന ലോകത്ത് സാമ്പത്തിക ശക്തിയിൽ ഒന്നാമതാകാൻ ഉള്ള കുതിപ്പിലായിരുന്നു. ആ കുതിപ്പ് ഒന്ന് അമർത്താനും കൂടെ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ യുദ്ധം. ഇൻഡയറക്റ്റ്ലി യുദ്ധം ചൈനയ്ക്കെതിരെയും കൂടാണ്. എല്ലാ ലോകരാജ്യങ്ങളെയും ബാധിക്കുന്നുണ്ടത് വേറെ കാര്യം. പക്ഷേ എന്നിട്ട് പിന്നെ അടുത്ത വർത്തമാനം പറഞ്ഞത് ആണ് വളരെ അതായത് ഞാനിനി ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിനെ കുറിച്ച് എനിക്ക് ഡിമാൻഡൊന്നുമില്ല, അത് ആവശ്യമുള്ളവർ നോക്കിക്കോട്ടെന്ന്. അത് എന്നിട്ട് പറഞ്ഞു ഫ്രാൻസിനെ ആ പേരെടുത്ത് പറഞ്ഞേക്കുന്നത്. ഫ്രാൻസ് പറഞ്ഞത് ഫ്രാൻസിന് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ എടുത്തോട്ടെ. എന്തോ അഹങ്കാരമായിട്ട് ആളുകളെ കൈകാര്യം ചെയ്യുന്നത് നോക്കുക. ഓരോ രാജ്യങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത്. സ്പെയിൻ അന്തസ്സായിട്ടൊരു തീരുമാനം എടുത്ത് അവരുടെ ആകാശപാതയുണ്ടല്ലോ, യുദ്ധവിമാനങ്ങളൊന്നും അതിലെ പാൻ അവർ സമ്മതിക്കത്തില്ല, അങ്ങനെ പോരുത്, അവർ നിരോധിച്ചു. ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ലോകത്ത് മുഴുവൻ അശാന്തിയാണ്. ഇപ്പം നാറ്റോയ്ക്കെതിരെ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നാറ്റോയെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്, ബ്രിട്ടനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവരെയും കൂടെ വലിച്ചിടാനാവുന്ന പണിയും നോക്കി, അവരാരും നിന്ന് കൊടുത്തില്ല. കാരണം ഇത് ലോകമഹായുദ്ധമാകാൻ അവരിഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇത് അങ്ങോട്ടേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇന്ന് 32-33 ദിവസമായി തുടങ്ങിയിട്ട് ഇതിന് ഒരു അറുതി വരണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം.